വെൽക്കം ബാക്ക് മൈ ചാനൽ. ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചുരക്ക കൊണ്ട് ഒരു മെഴുക്കുരട്ടിയാണ്. അതിന് ആവശ്യമായ ചേരുവകൾ: ചുരക്ക കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, പച്ചമുളക്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കടുക്, വറ്റൽമുളക്, കറിവേപ്പില, വെളിച്ചെണ്ണ. ഇത്രയും സാധനങ്ങൾ വെച്ചിട്ട് നല്ല രുചികരമായ ചുരക്ക കൊണ്ട് ഒരു മെഴുക്കുരട്ടി ഉണ്ടാക്കാം. ആദ്യമായി നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ ചീനച്ചട്ടി നന്നായിട്ട് ചൂടായതിന് ശേഷം ഒഴിക്കുന്നതാണ് നല്ലത്. ഒരുപാടങ്ങ് പുകഞ്ഞു വരാതെ നമുക്ക് അല്പം കടുക്, പൊട്ടിക്കഴിയുമ്പോൾ 2 കറിവേപ്പില, 2 കഷ്ണം വറ്റൽമുളക്, ഇതെല്ലാം പൊട്ടിക്കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് ചുരക്ക ചേർക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം. ഇനി നമുക്കിത് തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കാം. ശേഷം ഇതിലേക്ക് അല്പം ഉപ്പ് ചേർക്കണം. നേരത്തെ ചേരുവകൾ പറഞ്ഞതിൽ ഉപ്പ് പറയാൻ വിട്ടുപോയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ഉപ്പ് ചേർത്ത് ഇളക്കി ഒന്നുകൂടെ അടച്ചു വയ്ക്കും. ഇതിലൊട്ടും വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. നമുക്കിത് വെള്ളം ഉള്ളതാണ്. ഈ ചുരക്ക എന്ന് പറഞ്ഞാൽ നല്ല വെള്ളത്തിൻ്റെ അംശം ഉള്ളത് കൊണ്ട് നമ്മളിതിൽ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല. ഇട്ടിരിക്കുന്ന വെളിച്ചെണ്ണയും മാത്രമാണ്. ഉപ്പ് ഇട്ടു. ഇനി ഒരല്പം മഞ്ഞൾപ്പൊടി, ഒരല്പം മുളക് പൊടി, 2 പച്ചമുളക് ഇട്ട് ഒന്നുകൂടെ ഇളക്കി യോജിപ്പിച്ച് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ ഇത് വെന്ത് കിട്ടും. നമ്മുടെ ചുരക്ക മെഴുക്കുരട്ടി തയ്യാറായി കഴിഞ്ഞു. നല്ല രുചികരമായ മെഴുക്കുരട്ടി ഉണ്ടാക്കാൻ എല്ലാവരും ശ്രമിക്കുക. എന്നിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കണേ. ഇത് മാത്രം മതി ചോറുണ്ട്. ഇതിനോടൊപ്പം കുറച്ച് തൈരും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല സ്വാദിഷ്ടമായ മെഴുക്കുരട്ടി തയ്യാറായി കഴിഞ്ഞു. അപ്പോൾ നമുക്ക് സെർവിങ് ഡിഷിലോട്ട് മാറ്റുകയാണ്.